ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ സാറ്റിൻ കവർ ചെയ്ത ഒരു ബോ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. നമ്മളിവിടെ 3 ഫോം ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഒരേ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോം ഷീറ്റാണിത്. ഇത് ഒന്നെന്ന് പറയുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റും മറ്റേതെന്ന് പറയുന്നത് ഗ്ലിറ്റർ ഇല്ലാത്ത ഫോം ഷീറ്റുമാണ്. ഇതിൽ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന പോർഷൻ 2, അതായത് ആ ഫോം ഷീറ്റിൻ്റെ 2 വശത്തായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തു വെച്ചേക്കുന്നതിനെ കട്ട് ചെയ്തെടുക്കുവാണ്. ഇതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ കടത്തിവിടാനാട്ടോ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ബോയുടെ ഒരു വശത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മളിത് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് B6000ൻ്റെ ഗ്ലൂ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നല്ലോണം ഇതിൻ്റെ പുറകു വശത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതിനെ ഫിക്സ് ചെയ്ത് ഇതുപോലെ വെക്കുവാണ്. അതിനുശേഷം നമ്മൾ ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റിനെ ഇതിൻ്റെ പുറത്തോട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൽ ഫുള്ളായിട്ട് നല്ലവണ്ണം ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ അത് ഒട്ടിയിരിക്കത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിനെ ഇതിൻ്റെ പുറത്ത് ഇതുപോലെ വെച്ച് നല്ലോണം ഇത് ഫിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരിക്കലും ഇളകി പോരത്തില്ല. കണ്ടില്ലേ, നല്ല ഭംഗിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് ഈ ഫോം ഫ്ലവേഴ്സിനെ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗ്ലൂ ഇതിൻ്റെ പുറത്ത് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ഫോം ഫ്ലവേഴ്സായിട്ട് നല്ലോണം ഒന്ന് ഫിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് നമ്മൾ വെച്ച് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് മാത്രമല്ല നമ്മൾ മേക്ക് ചെയ്യുന്നത്, ഇതിന് മാച്ചായിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പും കൂടെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് പോവാം. അപ്പം നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ അതേ അളവിനുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ പുറത്ത് മൊത്തത്തിൽ നമ്മുടെ B6000ൻ്റെ ഗ്ലൂ തന്നെയാണ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നത്. നല്ലോണം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിനെ ഇതിൻ്റെ പുറത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരെണ്ണം നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് അലിഗേറ്റർ ക്ലിപ്പും ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ എൻഡിലായിട്ട് ഒരു ഫോം ഫ്ലവറാണ് നമ്മളിപ്പോൾ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എത്ര ഫോം ഫ്ലവേഴ്സ് വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം കേട്ടോ. ഞാനിവിടെ ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കണ്ടില്ലേ, നല്ല ഭംഗിയിലുള്ള ഒരു ഐറ്റം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വളരെ എളുപ്പം നമുക്ക് എല്ലാ ഐറ്റംസും മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. കണ്ടില്ലേ, വളരെ എളുപ്പം പെട്ടെന്ന് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം നമ്മളിത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല ഭംഗിയുള്ള അലിഗേറ്റർ ക്ലിപ്പും അതേപോലെ തന്നെ അതിനെ യോജിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ബോയും ആണ് ഇന്ന് മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിലും നല്ല ഭംഗിയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.